രാജ്ഭവനല്ല, ഇനി ലോക് ഭവൻ. പുതിയ ബോർഡ് നാളെ സ്ഥാപിക്കും. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇന്നു മുതൽ ലോക് ഭവൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പേരുമാറ്റം. രാജ്ഭവനുകൾ രാജ്യത്താകമാനം ലോക് ഭവനുകളായും ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് നിവാസുകൾ ലോക് നിവാസുകളായും പുനർനാമകരണം ചെയ്യുന്നതിനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയത്. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് ജനാധിപത്യ മനോഭാവത്തിലേക്കുള്ള സുപ്രധാനമായ മാറ്റത്തിന്റെ പ്രതീകമാണിതെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പ്രസ്താവനയിൽ പറഞ്ഞു. മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായി ഈ പുതിയ ചിന്താഗതിയെ ഉൾക്കൊള്ളാൻ തയ്യാറായ കേരള ജനതയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇപ്പോഴത്തെ കേരള ഗവർണർ 2022 ബീഹാർ ഗവർണറായി സേവനമനുഷ്ഠിച്ചിരുന്ന സമയത്ത് നടന്ന ഗവർണർമാരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ അദ്ദേഹമാണ് രാജ്ഭവനുകൾക്ക് ലോക് ഭവൻ എന്ന പേര് നൽകണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വച്ചത്. കാലാനുസൃതമായി രാജ്ഭവൻ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാകുന്ന തരത്തിൽ നിരവധി ജനപങ്കാളിത്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എസ് ഗുരുമൂർത്തിയുടെ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലുള്ള പ്രഭാഷണം, ഡോക്ടർ വി അനന്തനാഗേശ്വരൻ നടത്തിയ ആഗോള സാമ്പത്തിക പ്രവണതകൾ, ഇന്ത്യയുടെ വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം തുടങ്ങിയവ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ലോക് ഭവൻ എന്ന പേരിന്റെ യഥാർത്ഥ അർത്ഥം അന്വർത്ഥമാക്കുന്ന തരത്തിൽ തുടർ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനായി കേരള ജനത ഈ ഉദ്യമത്തിൽ ഹൃദയാത്മന സഹകരിക്കണമെന്നും ലോക് ഭവന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. രാജ്ഭവന്റെ മുന്നിലെ പഴയ ബോർഡ് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. PWD ഉദ്യോഗസ്ഥരെത്തിയാണ് പ്രധാന ഗേറ്റിന് ഇരുവശമുള്ള ബോർഡുകൾ അഴിച്ചു മാറ്റിയത്. പുതിയ ബോർഡ് നാളെ ഉച്ചയോടെ ആയിരിക്കും സ്ഥാപിക്കുക.